പോകുമ്പോ ചെണ്ടമുട്ടും കുഴൽവിളിയും പിപ്പിപ്പിയും ഒക്കെ ആവാം. കാരണം എന്താണെന്നറിയോ? ഇവര് പറയും ഇതൊക്കെ ഞങ്ങൾ എതിർത്തിട്ടുണ്ട് എന്നാണ്. ആരാ മൗലവി നിങ്ങളോട് പറഞ്ഞത്? ഞങ്ങളെ സിയാറത്തിന് പോകുമ്പോ മുട്ടും വിളിയും പാടുണ്ട് എന്ന് ആരാ പറഞ്ഞത്? ഞങ്ങൾ മുട്ടും വിളിയെ എതിർക്കുന്നവരാണ്, കരിമരുന്ന് അനാചാരം എന്ന് പറയുന്നവരാണ്, ചെണ്ടമുട്ട് അനാചാരം എന്ന് പറയുന്നവരാണ്, കുഴൽവിളി അനാചാരം എന്ന് പറയുന്നവരാണ് എന്നൊക്കെ പറയാറുണ്ടെങ്കിലും കൂട്ടരെ, ഇത് നിങ്ങളുടെ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ കാണാം, സിയാറത്തിന് പോകുമ്പോ വാർത്തിയൻ മുട്ട, ഞങ്ങളെ നാട്ടിലൊരു ഭാഷയാണ് വാർത്തി മുട്ട എന്ന് പറഞ്ഞാൽ എന്തായി? ചെണ്ട കൊട്ടുക, കുഴൽ വിളിക്കുക, അതൊക്കെ അനുവദനീയാണെന്നാണോ അല്ലാന്നാണോ? കേൾക്കൂ നിങ്ങൾ, ഇത് ആരുണ്ടാക്കിയ ബൈത്താണ്? സൈനുദ്ദീൻ, പൊന്നാനിയിലെ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ബാപ്പ ഷെയ്ഖ് ഇബ്രാഹിം മഖ്ദൂം, സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പിതാവ് ഷെയ്ഖ് ഇബ്രാഹിം മഖ്ദൂം തങ്ങളാൽ വിരചിതമായ ബൈത്താണ്. കേട്ടോളി, എന്താ ബൈത്തില്? ആ ബൈത്തൊന്ന് ശ്രദ്ധിക്കുക അങ്ങോട്ട്. നടുവൊങ്ങി തല രണ്ടും വിരുന്തുള്ള കൂപത്തിൻ ഹറാമുന്നതല്ലാതുള്ള മുട്ടും വബാറുത്തി ഹലാലുന്നലാ തിട്ടം ലികുല്ലി മഹല്ലലിൻ കച്ചണ്ടാവറുഷും ഒറ്റ ആലാത്തി ലർബത്തി കദപ്പി മലൈബാരിൻ വഗൈരിൻ ബിഅറവന ഹലാലുൻ ഹലാലുൻ ലാ ഹറാമുൻ ലിസംഅതി وكيل الذي فينا تراعي ببيبلي حلال كذا بعض أخيدون مريتي കേട്ടില്ലേ? وكيل الذي فينا تراعي ببيبلي حلال كذا بعض أخيدون مريتي. ചെണ്ട, കുഴലി, പീപ്പിളി, അറവന, ദപ്പ്, അതുപോലെ തന്നെ എല്ലാം അനുവദനീയമാണ്. നടു കുടുങ്ങിയിട്ട് രണ്ട് ഭാഗത്തേക്കും വിശാലമായ ചെണ്ട മാത്രമേ ഹറാമുള്ളൂ, വേറുള്ള ചെണ്ടയ്ക്ക് ഹലാലാ. ബാൻഡ് മുട്ടാം, ചെണ്ട മുട്ടാം, എല്ലാം അനുവദനീയമാണ്. ഇതൊക്കെ അനുവദനീയാണെന്ന് മാത്രല്ല, തുടിയല്ലാത്ത എല്ലാ ചെണ്ടകളും ഹലാലെന്നാണ് നിയമം. തുടിയല്ലാത്ത എല്ലാ ചെണ്ടകളും ഹലാലെന്നാണ് നിയമം. ഏതാ പുസ്തകം? ആണ്ട് നേർച്ചയും ചില അപവാദങ്ങളും. കെ എം മുഹമ്മദ് കോയ, മാത്തോട്ടം. ഇതിന് അവതാരിക എഴുതി കൊടുത്തത് ആരാണ്? AP അബൂബക്കർ മുസ്ലിയാർ. AP അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം അവതാരിക എഴുതി കൊടുത്ത പുസ്തകമാണ്. AP അബൂബക്കർ മുസ്ലിയാർ അവതാരികയിലെ പുസ്തകത്തിൽ പറയാണ്, തുടിയല്ലാത്ത എല്ലാ ചെണ്ടകളും ഹലാലാണ്. വിരോധത്തിന്റെ ചെണ്ടകളല്ലാത്ത ചെണ്ടകൾ മുട്ടുന്നതിനെ വിലങ്ങപ്പെടുന്നതല്ല, തുടി വിലങ്ങേണ്ടതാണ്. തുടി മാത്രമുള്ളൂ വിലങ്ങാൻ, ബാക്കിയൊക്കെ മുട്ടാം. ഇനി കുഴൽവിളിയൊക്കെ അനുവദനീയാണ്. അംബിയ, ഔലിയ എന്നീ മഹാന്മാരുടെ ഖബർ സിയാറത്തിന് കൊടികളോടുകൂടിയും ചെണ്ടകൾ മുട്ടിയും കുഴലുകൾ വിളിച്ചും പോകുന്നത് ഹറാമാണോ എന്ന് അല്ലാമ ശൈഖ് മുഹമ്മദുൽ ഖലീലി തങ്ങളോട് ചോദിച്ചതിന് ഇവകളിൽ ഒന്നും ശറയിൽ വിരോധിക്കപ്പെട്ടതല്ലെന്ന് മറുപടി പറഞ്ഞിരിക്കുന്നു എന്ന് ശിഹാബുദ്ദീൻ അഹമ്മദ് കോയ ശാലിയാത്തി. ഇതൊന്നും ശറയിൽ വിരോധിക്കപ്പെട്ട സംഗതിയല്ല എന്ന് പറഞ്ഞിരിക്കുന്നു എന്നാണ് കൃത്യമായിട്ട് എഴുതിവിട്ടിരിക്കുന്നത്. ഇനി കരിമരുന്നോ? കരിമരുന്ന് പൊട്ടിക്കൽ സുന്നത്തും കൂടിയല്ല, ഫർളാ. എന്താ കാരണം? കണ്ടോളി. നേർച്ച സ്ഥലങ്ങളിൽ പങ്കെടുക്കുന്ന 10,000-ങ്ങളിൽ ക്ഷയരോഗം, കുഷ്ഠരോഗം തുടങ്ങിയ പകർച്ചവ്യാധികൾ ഉള്ളവരും ഉണ്ടാവാൻ ഹിതമുണ്ട്. അങ്ങനെയുള്ള രോഗാണുക്കൾ മറ്റുള്ളവരെയും പിടികൂടിയേക്കാം. എന്നാൽ കരിമരുന്ന് കത്തിച്ചാൽ അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്ന അതിന്റെ പുകയ്ക്ക് അത്തരം രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് വൈദ്യശാസ്ത്രങ്ങൾ ഉദ്ഘോഷിച്ചിട്ടുണ്ട്. ഈ നില വെച്ചു നോക്കിയാൽ ആ സന്ദർഭങ്ങളിൽ കരിമരുന്ന് പ്രയോഗം അത്യാവശ്യമാണെന്ന് പറഞ്ഞാൽ പോലും തെറ്റാവുകയില്ല. നേർച്ച സ്ഥലങ്ങളിൽ പങ്കെടുക്കുന്ന 10,000-ങ്ങളിൽ രോഗികളുണ്ടാവും. അപ്പൊ ആ രോഗാണുക്കളൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടി കരിമരുന്ന് കത്തിക്കല് ആവശ്യാന്ന് പറഞ്ഞാൽ പോരാ, അത്യാവശ്യാന്ന് പറഞ്ഞാൽ പോലും തെറ്റല്ല, നിർബന്ധാണ്, സുന്നത്തൊന്നും അല്ലാന്ന് കാന്തപുരം അവതാരിക എഴുതിയ പുസ്തകത്തിലാണ് ഈ കാണിച്ചത്. കണ്ടില്ലേ? ആണ്ട് നേർച്ചയും ചില അപവാദങ്ങളും, അഥവാ ആണ്ട് നേർച്ച എന്ത് എന്തല്ല എന്ന പുസ്തകം സുഹൃത്തുക്കളെ.